ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മലയാളം ഫസ്റ്റ് കേരള പാഠാവലിയാണ്. കേരള പാഠാവലിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഈ ഒരു അക്കാഡമിക് ഇയറിൽ എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് അറിയാമോ? പോട്ടെ, ഇന്ന് നമ്മുടെ ഓണപരീക്ഷ വരുന്നുണ്ടല്ലോ. ഓണപരീക്ഷയ്ക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് മക്കൾക്ക് അറിയാമോ? ടെൻഷൻ ആവണ്ട, ഇതൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. നല്ല മാർക്ക് തന്നെ മലയാളം ഫസ്റ്റിനും എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് സ്കോർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നോക്കൂ, നിങ്ങൾ കേരള പാഠാവലിയിൽ നോക്കൂ, നമുക്ക് ഒരുപാട് 5ഓളം യൂണിറ്റുകളിലായിട്ടാണ് നമ്മുടെ പാഠഭാഗങ്ങൾ ഇങ്ങനെ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ യൂണിറ്റ് മനസ്സ് നന്നാവട്ടെ എന്ന യൂണിറ്റ് ആണ്. അതിൽ പന്നീർപൂവ്, താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി, തിങ്കളാഴ്ച നല്ല ദിവസം. എന്താണ് ഈ യൂണിറ്റ്? ഇതിന്റെ യൂണിറ്റിന്റെ പ്രവേശകം എന്താണ്? ഇതൊക്കെ നമുക്ക് പഠിക്കണം കേട്ടോ. അടുത്ത നോക്കൂ, കലയുടെ വേരുകളാണ്. അതിൽ കളിവിളക്കിൻ തിരുനാളം, പാടിവിടാത്ത കടങ്ങൾ, ലണ്ടൻ ബത്തേരിയിലെ കാഴ്ചകൾ. ഇങ്ങനെ 3 ചാപ്റ്റേഴ്സ് ആണ് സെക്കൻഡ് യൂണിറ്റിലുള്ളത്. തേർഡ് യൂണിറ്റ് ഒന്നല്ലി നാം, അതിൽ നിങ്ങൾ ഓർക്കുക ബ്രേക്കിംഗ് ന്യൂസ്, അതേപോലെ സ്വപ്നച്ചിറകുകൾ. 4ാമത്തെ യൂണിറ്റ് ആണ് മൊഴിമുത്തുകൾ, അതിൽ മൊഴിയഴക്, മൊഴിയാഴം, എൻ്റെ ഭാഷ. 5 യൂണിറ്റ് ഉണ്ട്. 5ാമത്തെ യൂണിറ്റിൽ വിത്തും എന്നാണ് 5ാമത്തെ യൂണിറ്റിന്റെ പേര്. അതിൽ കപ്പവാട്ടിന്റെ കഥ, കൃഷി, ജോസഫ്. ഇങ്ങനെ ഇത്രയും പാഠഭാഗങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, ഈ ഒരു അക്കാഡമിക് ഇയറിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഓണ പരീക്ഷയ്ക്ക് ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടം വരെയാടാ ചോദിക്കുക? പാടി വീടാത്ത കടങ്ങൾ വരെയാണ് അല്ലെ. ലണ്ടൻ ബത്തേരിയിലെ കാഴ്ചകൾ കൂടെ നമുക്ക് പഠിച്ചു വെക്കണം, എങ്കിലും പാടി വീടാത്ത കടങ്ങൾ വരെയാണ്. അതായത് സെക്കൻഡ് യൂണിറ്റിലെ 2ാമത്തെ പാഠങ്ങൾ വരെ എന്ത് ചെയ്യണം, നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും അല്ലെ. നമുക്ക് ഇതും കൂടെ എന്ത് ചെയ്യണം, നമുക്ക് പഠിച്ചു വെക്കാം. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്തായി പോവരുത്, മിസ്സായി പോവരുത്. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് ഓണപരീക്ഷയുടെ മുന്നേ പഠിച്ചു തീർക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുപോലെ എന്ത് ചെയ്യാം, ഒരു അല്ലെ നമ്മുടെ ഈ ഒരു ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കൂടെ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ആദ്യത്തെ യൂണിറ്റ് ആണ്, നമ്മളുടെ മനസ്സ് നന്നാവട്ടെ എന്ന യൂണിറ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ വളരെ രസമായിട്ട് നമുക്ക് അല്ലെ പഠിക്കാൻ പറ്റുന്ന 3 പാഠഭാഗങ്ങളാണ്. ഒന്ന് ടീച്ചർ പറഞ്ഞതുപോലെ പനിനീർ പൂവ് എന്ന് പറയുന്ന കാവ്യഭാഗമാണ്. അപ്പൊ പനിനീർ പൂവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ മനുഷ്യ സ്നേഹത്തെ കുറിച്ചാണ് അല്ലെ. പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മനുഷ്യത്വം അല്ലെ, അതാണ് നമ്മളുടെ മാനവികതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് പറയുന്ന ചിന്ത, അതേപോലെ പരസ്പരമുള്ള ആശ്രയത്വം അല്ലെ, വിട്ടുവീഴ്ചകളിൽ ഊന്നിയിട്ടുള്ള സ്നേഹം, ഇതൊക്കെയാണ് അല്ലെ നമ്മളുടെ സമൂഹത്തെ ഇതേപോലെ. മനുഷ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സാമൂഹ്യ ജീവിയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ പരസ്പരം കൊടുത്തും വാങ്ങിയും ഒക്കെയാണ് എന്ത് ചെയ്യുക, മനുഷ്യന് ജീവിക്കാൻ പറ്റുക. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൾച്ചറാണ് നമ്മളുടെ ഇന്ത്യയിലുള്ളത് അല്ലെ. എല്ലാവരും എന്താ പറയാ, പലതരത്തിലുള്ള വ്യത്യസ്തതകൾ ഉണ്ടെങ്കിലും അതിൽ നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് പറയുന്ന ആ ഒരു ഫീലിങ്സ്, ആ ഒരു വികാരത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെല്ലാവരും അല്ലെ ഒന്ന് ചേർത്ത് മുന്നോട്ട് പോകുന്നത് അല്ലെ. അതിൽ മനുഷ്യത്വമുള്ളവരായിരിക്കുക എന്ന് തന്നെയാണ് മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യനായിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ ദയ, സ്നേഹം, വാത്സല്യം, ആർദ്രത, മറ്റുള്ള ആളുകളുടെ വേദന തിരിച്ചറിയാനുള്ള കഴിവ്, ഇതൊക്കെ എന്ത് ചെയ്യാണ്, മനുഷ്യരാക്കി മാറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ മൃഗങ്ങളായി പോവില്ല അല്ലെ. മറ്റൊരു മനുഷ്യനെ തിരിച്ചറിയാനാവുക, എൻ്റെ വേദന മനസ്സിലാവുക എന്നൊക്കെ പറയുന്ന വലിയ കാര്യമാണ്. ദയ, കാരുണ്യം, സ്നേഹം എന്നൊക്കെ പറയുന്നത് എന്താണ്, നമുക്ക് വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാളും അപ്പുറമുള്ള അല്ലെ വൈകാരികമായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ് അല്ലെ. എങ്കിലും മറ്റൊരാളുടെ വേദന സ്വന്തം വേദനയായി കാണാനുള്ള ശേഷി എന്ന് പറയുന്നത് എന്താണ്, ആ മനുഷ്യനെ ഒരു പടി കൂടെ ഉയർത്തി നിൽക്കുന്നതാണ്. മറ്റൊരാളുടെ വേദന തൻ്റെ തന്നെ വേദനയായി കാണുന്ന മനുഷ്യരാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള ഉദാത്തരായ മനുഷ്യരെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ. അങ്ങനെ എന്താ പറയാ, വളരെ മനോഹരമായ രീതിയിൽ അല്ലെ, നാളെയോടുകൂടെ താഴെ വീഴാൻ പോകുന്ന ഒരു പൂവിന്റെ ജീവിതം ഒട്ടും ചെറുതല്ലെന്നും ആ ജീവിതത്തിനിടയിലും ലോകത്തെ അങ്ങേയറ്റം എന്താണ് ആഹ്ലാദിപ്പിക്കുന്നത്. വളരെ നൈമിഷികമായിട്ടുള്ള സമയം മാത്രമേ ഭൂമിയിലുള്ളൂ എങ്കിലും ആ സമയം കൊണ്ട് അല്ലെ ഭൂമിയിൽ കാഴ്ചക്കാരെ ആനന്ദിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പനിനീർ പൂവിന്റെ അല്ലെ കഥയാണ് ഉള്ളൂര് പനിനീർ പൂവ് എന്ന് പറയുന്ന കവിതയിലൂടെ എന്ത് ചെയ്യുന്നത്, ആവിഷ്കരിക്കുന്നത്. അതേപോലെ അല്ലെ താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി എന്ന് പറയുന്നത് പ്രിയ എസിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു അല്ലെ കുഞ്ഞുങ്ങൾക്കിടയിൽ 2 കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാണ്, അവരുടെ സംഭാഷണമാണ് അല്ലെ. അവരുടെ സ്നേഹത്തിന്റെ, കരുതലിന്റെ, പങ്കുവെക്കലിന്റെ അല്ലെ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ആ കുഞ്ഞുങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു മനോഹരമായിട്ടുള്ള ചിത്രമാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിലൂടെ കാണുന്നത്. അപ്പോൾ അവിചാരിതമായിട്ട് അവരിൽ ഒരാൾക്ക് കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുമ്പോഴും അല്ലെ ഒരാൾക്ക് താങ്ങായി നിൽക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെ അവരുടെ ആ ഒരു യാത്ര, ആ കുഞ്ഞു കുട്ടികളുടെ മനസ്സിലെ അല്ലെ ചിന്തകളിലൂടെയുള്ള യാത്രയാണ് നമ്മളുടെ 2ാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത്. 3ാമത്തത്
പി പത്മരാജന്റെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. പി പത്മരാജനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഒരുപാട് ക്ലാസിക് സിനിമകൾ മലയാളത്തിൽ സംഭാവന ചെയ്തിട്ടുള്ള ഒരാളാണ്. ടീച്ചർക്ക് വളരെ ഇഷ്ടമുള്ളൊരു സംവിധായകൻ കൂടിയാണ് കേട്ടോ, എഴുത്തുകാരനൊക്കെയാണ് പത്മരാജൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അല്ലെ വൃദ്ധരായ ആളുകൾ അല്ലെ, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് വൃദ്ധർ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു അമ്മ അല്ലെ, വൃദ്ധയായപ്പോൾ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു അമ്മയുടെ മാനസിക തലം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് തിങ്കളാഴ്ച നല്ല ദിവസം. ഈ സിനിമയുടെ തിരക്കഥയാണ്. എൻ്റെ മക്കൾ ആദ്യമായിട്ടായിരിക്കില്ല ഒരു തിരക്കഥ സ്ക്രീൻ പ്ലേ ഒക്കെ പഠിക്കുന്ന സിനിമയുടെ സാഹിത്യ രൂപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തിരക്കഥ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മനോഹരമായൊരു തിരക്കഥയാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയുന്ന സിനിമ അല്ലെ, ആ ഒരു പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ വൃദ്ധരോടുള്ള പരിഗണന എല്ലാ കാലത്തും നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരുപാട് കവിതകൾ, അമ്മ തൊട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ റഫീഖ് അഹമ്മദിന്റെ ഒക്കെ ഒരുപാട് കവിതകളും കൃതികളും ഒക്കെ നമ്മൾ മലയാളത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ പ്രധാനപ്പെട്ട അല്ലെ ഒരു സിനിമയാണ്, തിരക്കഥയാണ് നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രവേശകം കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം അല്ലെ, ആരാ എഴുതിയത് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ യൂണിറ്റിന്റെ പ്രവേശകമായി തന്നിട്ടിരിക്കുന്നത് മുഹമ്മദ് ഇക്ബാൽ എഴുതിയിട്ടുള്ള മനസ്സു നന്നാവട്ടെ എന്ന് പറയുന്ന കൃതിയാണ് അല്ലെ. ആരാണ് മുഹമ്മദ് ഇക്ബാൽ എന്നറിയാമോ നിങ്ങൾക്ക്? അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു പ്രശസ്ത ഉറുദു അല്ലെ പേർഷ്യൻ കവിയാണ്. ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള നമ്മുടെ ദേശഭക്തി ഗാനം ഉണ്ടല്ലോ, സാരേ ജഹാൻ സെ അച്ഛ, അതൊക്കെ എഴുതിയിട്ടുള്ള ആരാണ്? മുഹമ്മദ് ഇക്ബാൽ ആണ്. അപ്പൊ അധ്യാപകനാണ്, ഇസ്ലാമിക ചിന്തകനായിരുന്നു അദ്ദേഹം, രാഷ്ട്രീയ നേതാവാണ്. ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധേയനായിട്ടുള്ള ആളാണ്. 1877 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. 1938 അദ്ദേഹം മരണമടഞ്ഞു കേട്ടോ. ഒരുപാട് കൃതികൾ പ്രധാനപ്പെട്ട കൃതികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൃതിയിൽ അല്ലെ, ഈ ഒരു കൃതി എന്ന് പറയുന്നത് സ്വർഗത്തെക്കാൾ ഉന്നതമാണ് മനുഷ്യന്റെ പദവി അല്ലെ. സ്വർഗമാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെ, മരണാനന്തരം എന്താണ് ആ സ്വർഗമുണ്ട് എന്നും ആ സ്വർഗത്തെ ഭയന്നിട്ട് അല്ലെങ്കിൽ ആ സ്വർഗം കിട്ടാതായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല ക്രൂരതകളും ചെയ്യാത്ത മനുഷ്യരൊക്കെ എന്ത് ചെയ്യുന്നു, അതിനപ്പുറത്തുള്ളൊരു ജീവിതത്തെ ഭയന്നിട്ടാണ് നമ്മുടെ ലോകം ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നിലനിൽക്കുന്നത് അല്ലെ. പല ക്രൂരതകളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, മനുഷ്യർ അല്ലെ മാറി നിൽക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സ്വർഗം നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഒരു സ്വർഗത്തിലെത്താൻ വേണ്ടിയാണ് അല്ലെ. അപ്പോൾ കവി പറയാണ്, സ്വർഗത്തെക്കാൾ, ആ മനോഹരമായ സ്വർഗത്തേക്കാൾ ഉന്നതമാണ് മനുഷ്യന്റെ പദവി എന്നാണ് പറയുന്നത്. അത് മനുഷ്യരോടുള്ള ആദരവിലാണ് അല്ലെ. മാത്രമല്ല എന്താണ്, യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് മറ്റൊരു മനുഷ്യനോടുള്ള ആദരവിലാണ്. ജീവിതം എന്ന ഗാനത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള താളം ആരാണ്? നിങ്ങളാണ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ SMH ബർണി രചിച്ച് ഡോക്ടർ NP ഉമ്മർകുട്ടി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഇക്ബാൽ രാജ്യസ്നേഹിയായ കവി എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള അല്ലാമ മുഹമ്മദ് ഇക്ബാലിന്റെ ശ്രദ്ധേയമായിട്ടുള്ള കവിതയാണ് നമ്മുടെ പ്രവേശകമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ ടീച്ചർ പറഞ്ഞില്ലേ, സാരേ ജഹാംസി ഒക്കെ എഴുതിയിട്ടുള്ള കവിയാണ്. അപ്പോൾ മനുഷ്യർക്ക് പരസ്പര സ്നേഹം അല്ലെ, മനുഷ്യർക്ക് പരസ്പരമുള്ള വിശ്വാസം, സ്നേഹം, ആദരം അതൊക്കെ സ്വർഗത്തെക്കാൾ ഉന്നതമാണ് എന്നാണ് കവി പറയുന്നത്. ശരിയാണ് അല്ലെ. നമുക്ക് മറ്റൊരു മനുഷ്യനോട് ഉണ്ടായിരിക്കേണ്ട ആ ഒരു സ്നേഹത്തെക്കുറിച്ച് ഇൻട്രൊഡക്ഷനിൽ ടീച്ചർ പറഞ്ഞില്ലേ, ആ ഒരു അല്ലെ സ്നേഹത്തെക്കുറിച്ചും ബഹുമാനത്തെക്കുറിച്ചും ദയയെക്കുറിച്ചും ആർദ്രതയെക്കുറിച്ചൊക്കെ, അതൊക്കെ എന്താണ്, മനുഷ്യനെ ആക്കി മാറ്റുന്ന ഒന്നാണ് അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ്, ജീവിതം എന്ന ഗാനത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള താളം നമ്മളാണെന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ജീവിതമാകുന്ന ഗാനത്തിന്റെ അന്തർധാരയാകുന്ന താളമാണ് എന്നാണ് ഈ ഒരു പ്രവേശകത്തിലൂടെ എന്ത് ചെയ്യുന്നത്, കവി പറയുന്നത്. അപ്പൊ എൻ്റെ മക്കൾക്ക് അറിയാം, പ്രവേശകം എന്താണ്, നമ്മളുടെ ചോദ്യമാണ്. പ്രവേശകത്തിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരാം. അപ്പൊ മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഇനി ഓരോ ചാപ്റ്ററും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ നമ്മളുടെ അല്ലെ യോധ ബാച്ചിലെ അല്ലെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക. പരീക്ഷയ്ക്ക് മുന്നേ നമുക്ക് അടിപൊളിയായിട്ട് എല്ലാം പഠിച്ച് സെറ്റ് ആക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും ഉഷാറിലെ അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.